ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഇപ്പം എനിക്ക് ബോറടിച്ച് നിൽക്കാൻ പറ്റണില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. കുറച്ചു നേരം ഇരുന്നേ ടി വി കാണാം. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണല്ലോ. ആ, ഇതാ ഷോറൂമിലെ മാനേജർ അല്ലേ? ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നമ്മുടെ ഷോറൂമിലെ ഒരു പുതിയ കാറ് വന്നു. നിനക്ക് ആ കാറ് മേടിക്കാൻ താല്പര്യമുണ്ടോ? ആ ചേട്ടാ, എനിക്ക് ആ കാറ് മേടിക്കാൻ താല്പര്യമുണ്ട്. ആ കാറിന് പക്ഷേ പേരൊന്നുമില്ലേ? ആടെ ചേക്കേ, ആ കാറിന് പേരൊക്കെ ഉണ്ട്. ആ കാറിന്റെ പേരാണ് ടൊയോട്ട സൂപ്ര. നീ സൂപ്ര കേട്ടിട്ടുണ്ടാ? ആ പോൾ വാക്കറിന്റെ വണ്ടി ഭയങ്കര റയർ കാറാ. ടൊയോട്ട സൂപ്രയാ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു റയർ കാറാ. ആ കാറിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാ? എനിക്കത് മേടിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ പിന്നെ ഫ്രീ ആയിട്ട് തരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അത് ശരിയാണ്. നിനക്ക് ഫ്രീ ആയിട്ട് തരില്ല. അതിന് പകരേ ഒരു കാര്യം ചെയ്യ്. ഏതേലും ഒരു സൂപ്പർ കാറാ അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് അത് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോവാ. അന്നേരം അതിന്റെ പകരമായിട്ടേ ഞാൻ സൂപ്പർ തരാം. ആണോ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വണ്ടിയും കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഷോറൂമിലെ മാനേജറെ നമ്മൾ വിളിച്ചേക്കാൻ കേട്ടാ. അയാളുടെ ഷോറൂമിൽ ഒരു പുതിയ കാർ ഉണ്ടെന്ന്, അതും ടൊയോട്ട സൂപ്ര. എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ കാർ അങ്ങ് പർച്ചേസ് ചെയ്യാം. അയാൾക്ക് പക്ഷേ ഒരു വണ്ടി വേണമെന്ന്. ഏത് വണ്ടിയിലും കുഴപ്പമില്ല, അത് പക്ഷേ മോഡിഫൈഡ് ആവണം. ഇത് പിന്നെ കണ്ടില്ലേ, എൻ്റെ കയ്യിലെ ഹയാബൂസ ഉണ്ട്. ഹയാബൂസ പിന്നെ നൈസ് ബൈക്കാ. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് അങ്ങ് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. ബെന്നി പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. അവന് വണ്ടികളെ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യും. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാൻ കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് അങ്ങ് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ബെന്നി പിന്നെ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യും. ഇതിലിപ്പോൾ നിർത്തി ചെയ്യണ്ടേ? ഈ ബൈക്കിൻ്റെ കളർ മാറ്റണ. ചുവപ്പ് കളറ് കുഴപ്പമൊന്നുമില്ല. ഈ ഓറഞ്ച് വേണ്ട, പച്ച വേണ്ട. ആ, ബ്ലാക്ക് മതി. ബ്ലാക്ക് കളർ കാണാൻ നൈസായിട്ടുണ്ട്. ഇതിലിനി വേറെ എന്തൊരു ചെയ്യുക? ടയറിൻ്റെ സൈസ് കൂട്ടിയാലോ? ഞാനിവിടെ അലോയ്സ് മാറ്റിയിട്ടുണ്ട്, ഇനി അതിൻ്റെ സൈസ് കൂട്ടാം. ഓ, ഇതിപ്പോൾ കുഴപ്പമില്ല ഏട്ടാ. കാണാനായിട്ടേ നല്ല ഭംഗിയുണ്ട്, ഒരു കണ്ണാപ്പി സ്റ്റൈലുണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ മാനേജറിന് പിന്നെ കണ്ണാപ്പി സ്റ്റൈൽ ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് മോഡിഫൈ ചെയ്യാം. ഞാൻ പിന്നെ ഇവിടെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തു, സ്മോക്ക് കളറ് ബ്ലാക്കും കൊടുത്തു. നമ്മളങ്ങനെ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്തു. ഇത് പിന്നെ കണ്ടില്ലേ, ഞാനിവിടെ നൈട്രോ ഇട്ടു. നൈട്രോ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്പീഡിൽ പോവും. ഇത് പിന്നെ വീലടിക്കും ചെയ്യും. നമ്മുടെ വണ്ടി പിന്നെ കാണാനേ നല്ല രസമുണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. നമ്മൾ പിന്നെ ടയറൊക്കെ വലുതാക്കിയില്ലേ. ഇനിയിപ്പോൾ നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. ഇതെന്തത്? ഈ സൈക്കിളുകാരൻ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണേ? ഹൈവേയിലാണോ സൈക്കിളും കൊണ്ട് വരണേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഇങ്ങ് തീർത്തളയാം. എന്നാ പിടിച്ചോ. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനമായി. ഇതെന്തത്? ഇവനൊന്നും പറ്റിയില്ലേ? ആ, ചിലപ്പോൾ സൈക്കിൾ ആയതുകൊണ്ടാവും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ഇപ്പോൾ പോലീസുകാരും വന്നു. എനിക്കിവിടെ 2 സ്റ്റാർ വാണ്ടട്ടിലും കിട്ടി. എന്തുട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസുകാരും കൂടി തീർത്തളയാം. ഒരൊറ്റണത്തിനും വെറുതെ വിടണ്ട. എന്നാ പിടിച്ചോ. ഇതെന്തോരത്? ചാവട അങ്ങോട്ട്, ചാവ്. ഇതിപ്പോൾ എന്തുണ്ടായേ? എൻ്റെ ബൈക്കും പൊട്ടിത്തെറിച്ചല്ലോ. ഓ, അതൊരു എക്സ്പെൻസീവ് ബൈക്കായിരുന്നു, അതവിടെ കത്തി നശിച്ചു. ഇനിയിപ്പോൾ അമ്മമാരെ വെറുതെ വിടണ്ട, ഇവർ കാരണ എൻ്റെ ബൈക്കിന് തീ പിടിച്ചേ. ചാവട അങ്ങോട്ട്, എല്ലാവരും ചാവ്. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ വണ്ടിയൊന്നുമില്ല. ഒരു ഹയാബൂസ ഉണ്ടായിരുന്നു, അത് പോവും ചെയ്തു. ഇവിടെ പിന്നെ ഒരു താറുണ്ട്, അത് പോട്ടെ, താറ് പോട്ടെ. ഇവിടെ പോർഷ ഇരിക്കുന്നുണ്ട്. ഫുട്പാത്തിലാണോ വണ്ടി പാർക്ക് ചെയ്യണേ? തൽക്കാലം നമുക്കേ ഈ പോർഷ അടിച്ചു മാറ്റാം, എന്നിട്ട് ഇതങ്ങ് മോഡിഫൈ ചെയ്യാം. പോർഷ പിന്നെ ഹയാബൂസനേക്കാളും എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഇതങ്ങ് മോഡിഫൈ ചെയ്യാം. ഇതിലിപ്പോൾ എന്തൊരു ചെയ്യാ? ഇതിൻ്റെ കളർ മാറ്റണ? കളർ മാറ്റണ്ട, ചുവപ്പ് കളറ് കാണാൻ ഭംഗിയുണ്ട്. ഈ ടയറിൻ്റെ സൈസ് കൂട്ടാണ്ട. ഇതിൻ്റെ പിന്നെ അലോയ്സും കൂടി മാറ്റാം. ഏത് അലോയ്സ് കൊടുക്കുക? ഇത് മതി. ഇതിന് ചുവപ്പ് കളർ കൊടുക്കാം. പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം, സ്മോക്ക് കളറ് റെഡും കൊടുക്കാം. ഓക്കെ,
നമ്മളങ്ങനെ വണ്ടി മോഡിഫൈ ചെയ്തു. തൽക്കാലം ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ പോർഷെ കാണാനേ ഒരു മോൺസ്റ്റർ ട്രക്ക് പോലെയുണ്ട്. നമ്മൾ പിന്നെ വലിയ ടയറൊക്കെ വെച്ചില്ലേ, കാണാൻ ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. കാണാൻ നൈസായുണ്ട് ചേട്ടാ. അതെ, ചേട്ടാ പറഞ്ഞ പോലെ ഞാൻ ദേ കാറും കൊണ്ടുവന്നു. അതും ഒരു മോഡിഫൈഡ് സൂപ്പർ കാറ്. എടാ ജാക്ക്, ഇത് കൊള്ളാലോ, കാണാൻ നൈസായുണ്ട് കേട്ടാ. ഇത് പിന്നെ ഒരു മോഡിഫൈഡ് പോർഷയാ. നിനക്കിനി സൂപ്പർ അല്ലേ വേണ്ടേ? സൂപ്പർ ആ ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്, പോയിട്ട് ഡെലിവറി എടുത്തോ. ആണോ? എന്നാൽ ശരി, ഞാൻ പോയിട്ട് അതിൻ്റെ ഡെലിവറി എടുത്തോളാം. ആ കാറ് ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. ഒരു മിനിറ്റ്, ഇതാണോ സൂപ്ര? ഞാൻ ആദ്യമായിട്ടാ ടൊയോട്ട സൂപ്ര കാണണേ. പക്ഷെ എൻ്റെ പൊന്ന്, ഇത് കൊള്ളാലോ, ഇത് നൈസായിണ്ട് കേട്ടാ. ഇത് പിന്നെ കണ്ടില്ലേ, ഈ കാറ് പച്ച കളറല്ല, എൻ്റെ ഷർട്ടായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാറിൽ 2 എക്സോസ്റ്റ് ഉണ്ട്. എന്നിട്ടായാലും ഒന്ന് ഇരുന്ന് നോക്കാം. എനിക്ക് കാർ ഓടിച്ചു നോക്കണം, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കണം. ഓ, ഇതിൻ്റെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല ഏട്ടാ, ഭയങ്കര സൗണ്ടാ, പടക്കം പൊട്ടണ സൗണ്ടാ. ഇനിയിപ്പോൾ വിഷുവിനെ വേറെ പടക്കൊന്നും മേടിക്കണ്ട, ഈ സൂപ്പറിനെ ധാരാളം. ഇത് വെച്ചിട്ട് അങ്ങ് പൊട്ടിക്കുക. ഇതിൻ്റെ ഇൻറ്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ മറ്റേ റോൾ കേജൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കേ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ ഇപ്പോൾ റോട്ടിൽ അധികം തിരക്കില്ല, വണ്ടികളൊന്നും കാണാനില്ല. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയേക്കാ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കാം. ഈ കാറിൽ പിന്നെ ബൂസ്റ്ററൊക്കെ ഉണ്ട്. വണ്ടി നല്ല സ്പീഡിൽ പോകണ്ടട്ടാ. 500 കിലോമീറ്ററൊക്കെ കഴിഞ്ഞു. 500 അതിൻ്റെ മേലെ പോവും. എത്ര വരെ പോവാന്ന് നോക്കി നോക്കാം. ഇവിടെ പിന്നെ വളവൊക്കെ ഉണ്ട്. 600, 700, 800. ഗൈസ്, ഈ കാർ 800 വരെ പോയല്ലോ. പക്ഷെ എൻ്റെ പൊന്നെ, സൂപ്രയ്ക്കും ഇത്ര പവർ ഉണ്ടായിരുന്ന? 800 കിലോമീറ്റർ സ്പീഡിലാണ് പോണേ. ഫൈറ്റർ ജെറ്റ് പോലും ഇത്ര സ്പീഡിൽ പോവില്ല. ഈ പ്ലെയിൻ ഇപ്പോൾ ഇടന്ന് വന്ന്. എന്നിട്ടായാലും ഇത് കൊള്ളാണ്ടാ, 800 കിലോമീറ്റർ സ്പീഡ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ? 800 ആണോ 80 ആണോ? ഞാൻ 800 കണ്ടേ. അതെ, നമുക്ക് ഒന്നുകൂടെ സ്പീഡ് നോക്കാം. ഇപ്പോൾ അത് 300 കടന്നു, 400 കടന്നു. ഇവിടെ പിന്നെ വളവുണ്ട്, വളവ് പെശക. 500, 600, 700, 800, 850. അത്ര സ്പീഡിലാണ് ഈ വണ്ടി പോണേ. എന്തുട്ടായാലും കുഴപ്പമില്ല ഏട്ടാ, നൈസായിട്ടുണ്ട്. ഈ കാറും കൊണ്ട് റേസിൽ പോയാലേ പൊളിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.